ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾമോസ്റ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്ലാസ് 10 ബയോളജി മലയാളവും ഇംഗ്ലീഷ് മീഡിയവും ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ക്യുക്ക് വിൽട്ടിൻ പെപ്പർ ഫംഗസ്, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന വൈറസ്, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഫംഗസ്, വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ്. ഒന്നാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്. രണ്ടാമത്തേത് എ. നാലാമത്തേൽ എൻ്റെ ആൻസർ വരുന്നത് കെരാറ്റിൻ. ബി ശരിയാണ്. സീൻ്റെ ആൻസർ വരുന്നത് ബി ലിംഫോസൈറ്റുകൾ. അഞ്ചാമത്തേൻ്റെ ഇവിടെ വരുന്ന ആൻസർ പ്ലാസ്മോഡിയം ഇല്ലെങ്കിൽ പ്രോട്ടോസോവ എന്ന് എഴുതിയാലും മതി. ഇവിടെ വരുന്ന ആൻസർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, അനോഫിലസ് പെൺകൊതുക്. ഇനി ആറാമത്തേൻ്റെ ആൻസർ വരുന്നത് സ്റ്റുഡൻറ്റ് സി, കുട്ടി സി. ഇനി ഏഴാമത്തേലെ എ ലെപ്റ്റോസ്പൈറോസിസ് ഇല്ലെങ്കിൽ റാറ്റ് ഫീവർ നെയ്താം, എലിപ്പനി ഇല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്. ഇനി കൊസേറ്റീവ് ബാക്ടീരിയ വരുന്നത് ലെപ്റ്റോസ്പൈറ. ഇനി ബീൻ്റെ ആൻസർ വരുന്നത് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ രക്തലോമികകളെ ബാധിച്ച് ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുന്നു. ദ ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ ഡാമേജസ് ദ ബ്ലഡ് കാപ്പിലറീസ് ദാറ്റ് ലെഡ് ടു ഇന്റേണൽ ബ്ലീഡിംഗ്. എട്ടാമത്തേൻ്റെ എൻ്റെ ആൻസർ വരുന്നത് സിറോഫ്താൽമിയ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം, ഗ്ലോക്കോമ, അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണത്തിൽ തടസ്സം, തിമിരം, നേത്ര ലെൻസ് അതാര്യമാകുക, വർണ്ണാന്ധത, കോൺ കോശങ്ങളുടെ തകരാറ്. സിറോഫ്താൽമിയ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ, ഗ്ലൂക്കോമ ഫെയിലിയർ ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ, കാറ്ററാക്ട്, ലെൻസ് ബിക്കംസ് ഒപ്പീക്ക്, കളർ ബ്ലൈൻഡ്നെസ്, ഡിഫക്റ്റ് ഓഫ് കോൺസെൽ. ഇനി ഒമ്പതാമത്തത് അതിലെ എൻ്റെ ആൻസർ വരുന്നത് റിങ്കിൾഡ് സീഡ്, ഉരുണ്ട വിത്ത്. പിന്നീട് വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ഡ്യൂറിങ് ഗമേറ്റ് ഫോർമേഷൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ എ പെർട്ടിക്കുലർ ക്യാരക്ടർ സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഗുണവിശേഷങ്ങളെ നിർണ്ണയിക്കുന്ന പാരമ്പര്യ ഘടകങ്ങൾ ജോഡി പിരിയുകയും ഓരോന്നും ഓരോ ലിംഗകോശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി ബീൻ്റെ ആൻസർ നോക്കാം. സെൽഫ് പോളിനേഷൻ ഓഫ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് എന്ന് എഴുതാം, RR. ഇങ്ങനെയാണ് ഫസ്റ്റ് ജനറേഷൻ്റെ പ്രോസസ്സ് വരുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്. ഒന്നാം തലമുറയുടെ സ്വപരാഗണം. ഇടഗമീറ്റിന് പകരം ബീജകോശങ്ങൾ എഴുതണം. പിന്നെ ഉരുണ്ട വിത്ത്, ഉരുണ്ട വിത്ത്, ഉരുണ്ട വിത്ത്, ചുളുങ്ങിയ വിത്ത്. പത്താമത്തേൻ്റെ എയിൽ ഇവിടെ വരുന്ന ആൻസർ ടോക്സിനാണ്, വിഷവസ്തുക്കൾ. ഇവിടെ വരുന്നത് കെമിക്കൽ സബ്സ്റ്റൻസസ്, രാസവസ്തുക്കൾ. പത്താമത്തേൽ ബീൻ്റെ ആൻസർ വരുന്നത് റെഡ്യൂസസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ്, ഇൻക്രീസസ് ദ എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. രോഗാണുക്കളുടെ പെരുക്കൽ നിരക്ക് കുറയ്ക്കുന്നു, ഫാഗോസൈറ്റോസിസിൻ്റെ ഫലപ്രാപ്തി കൂട്ടുന്നു. ഇനി 11ാമത്തത് അതിൽ എൻ്റെ ആൻസർ വരുന്നത് മെഡുല്ല. ബീൻ്റെ ആൻസർ വരുന്നത് ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്, ഇല്ലെങ്കിൽ കൺട്രോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. ഇനി സീൻ്റെ ആൻസർ വരുന്നത് ആൽഡോസ്റ്റിറോൺ. ഇനി ഡീൻ്റെ ആൻസർ വരുന്നത് മെയിൻറ്റെയിൻസ് ദ സോൾട്ട് വാട്ടർ ലെവൽ ഇൻ ദ ബോഡി ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ്, മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ. വൃക്കയിൽ പ്രവർത്തിച്ച് ലവണജല സന്തുലനാവസ്ഥ ക്രമീകരിക്കുന്നു, രക്തസമ്മർദ്ദ ക്രമീകരിക്കുന്നു. 12ാമത്തതാണ്. അതിൽ എൻ്റെ ആൻസർ വരുന്നത് ക്രോസിംഗ് ഓവർ ഇൻ ക്രോമോസോംസ്, മിയോസിസ്. ക്രോമോസോമിൻ്റെ മുറിഞ്ഞുമാറൽ, ഊനഭംഗം. ഇനി ബീൻ്റെ ആൻസർ വരുന്നത് പാർട്സ് ഓഫ് എ DNA crosses over and becomes part of another DNA. This causes a difference in the distribution of genes. ഒരു DNA ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗമാകുന്നു. ഇത് ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നു.
13-ാമത്തേൻ്റെ എൻ്റെ ആൻസർ വരുന്നത് സിക്കിൾ സെൽ അനീമിയ. ഡ്യൂ ടു ഡിഫോമിറ്റീസ് ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് ദ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ ചേഞ്ചസ്. RBC ബിക്കം സിക്കിൾ ഷേപ്ഡ്. അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ തന്മാത്രകളുടെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന വൈകല്യം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാക്കുകയും ഈ കാരണത്താൽ അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളഞ്ഞുപോകുന്നു. ഇനി ബിൻ്റെ ആൻസർ വരുന്നത് സിക്കിൾ ഷേപ്ഡ് RBCs ഗെറ്റ് കളക്റ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തലോമികകളിൽ കുടുങ്ങി രക്തപ്രവാഹം തടസ്സപ്പെടുത്തി. ഇനി 14-ാമത്തതാണ്. എൻ്റെ ആൻസർ വരുന്നത് സ്റ്റിമുലേറ്റ്സ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു സ്റ്റിമുലേറ്റ് ജെർമിനേഷൻ ഓർ സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്. സമൃദ്ധാഹാരത്തിൻ്റെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു. ഇലവിരിയൽ. ഇനി ബിൻ്റെ ആൻസർ വരുന്നത് സൈറ്റോകൈനിൻ. സിൻ്റെ ആൻസർ വരുന്നത് ഓക്സിൻ. ഡിൻ്റെയും ഓക്സിൻ തന്നെയാണ്. ഇൻ്റെ ആൻസർ വരുന്നത് റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇലകളും ഫലങ്ങളും പാകമാക്കൽ. അബ്സിസിക് ആസിഡ് ആണ്. എഫിൻ്റെ ആൻസർ വരുന്നത്. 15-ാമത്തേൽ ഒന്നാമത്തേൻ്റെ ആൻസർ വരുന്നത് ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ഹേർട്ട്. ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇനി സിൻ്റെ ആൻസർ രണ്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് സ്മോക്കിംഗ് ഇല്ലെങ്കിൽ ടാർ ഇല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഏത് എഴുതാം. പുകവലി, പുകയിലയിലെ ടാർ അത് ഏത് എഴുതാം. ബിൻ്റെ ആൻസർ വരുന്നത് അവോയ്ഡ് സ്മോക്കിംഗ്, പുകവലി ഒഴിവാക്കുക. ഇനി 16-ാമത്തെയാണ്. അതിൽ T ലിംഫോസൈറ്റിൽ വരുന്നത് ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്, സ്റ്റിമുലേറ്റ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദ ബോഡി. മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ക്യാൻസർ ബാധിത കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇനി ബേസോഫിൽ സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, ഡയലേറ്റ്സ് ബ്ലഡ് വെസൽസ്. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ആൻറ്റിബോഡീസ് ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ദ ആൻറ്റിജൻസ്, ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദർ സെൽ മെംബ്രെയിൻ. ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ഇനി 17-ാമത്തേൻ്റെ എൻ്റെ ആൻസർ വരുന്നത് കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. ഇനി ബിൻ്റെ ആൻസർ വരുന്നത് BCG വാക്സിൻ ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നു. ഇവയ്ക്കെതിരെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നു. ഈ ആൻറ്റിബോഡികൾ ശരീരത്തിൽ നിലനിൽക്കുകയും ഭാവിയിൽ ക്ഷയരോഗത്തിന് കാരണമായ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് രോഗാണുക്കളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. BCG vaccines act as antigens that stimulate the defense mechanism of the body. Antibodies are formed in the body against them. These antibodies are retained in the body, which later on protect the body from the mycobacterium tuberculosis responsible for the tuberculosis. ഇനി 18-ാമത്തേൽ ഒന്നാമത്തെ ആൻസർ വരുന്നത് 22 + x. ഇവിടെ വരുന്നത് 22 + y, 44 + xx, 44 + xy. ഇനി ബിൻ്റെ ആൻസർ വരുന്നത് X ക്രോമസോമുകൾ വഹിക്കുന്ന സ്ത്രീ ബീജങ്ങളുടെ എണ്ണവും Y ക്രോമസോമുകൾ വഹിക്കുന്ന പുരുഷ ബീജങ്ങളുടെ എണ്ണവും തുല്യമാണ്. അതിനാൽ X അല്ലെങ്കിൽ Y ക്രോമസോം ഉള്ള പുരുഷ ബീജങ്ങൾ X ക്രോമസോം മാത്രമുള്ള അണ്ഡവുമായി സംയോജിപ്പിക്കാനുള്ള സാധ്യത തുല്യമാണ്. The number of female gametes which carry X chromosomes and the number of gametes which carry Y chromosomes. Male gametes which carry Y chromosomes are equal. So the possibilities of fusion of male gamete having X or Y chromosomes with the ovum is equal. 19-ാമത്തേൻ്റെ എൻ്റെ ആൻസർ വരുന്നത്
ജീൻ പ്രവർത്തനം, ആക്ഷൻ ഓഫ് ജീൻസ്. ഇനി ബീൻ്റെ ആൻസർ വരുന്നത് mRNA ഇല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. mRNA carries information from DNA to ribosome. Based on the information in mRNA, protein is synthesized by adding amino acid. DNA-യുടെ സന്ദേശം റൈബോസോമുകളിൽ എത്തിക്കുന്നു, ഇല്ലെങ്കിൽ DNA-യുടെ സന്ദേശവാഹകൻ mRNA റൈബോസോമുകളിൽ എത്തി അമിനോ ആസിഡുകൾ കൂടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു, ഇല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നു എന്ന് എഴുതിയാലും മതി. 20ാമത്തേൽ ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഇതാണ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. അസ്ഥി ശൃംഖല ചലിക്കുന്നു. ഓവൽ വിൻഡോയുടെ ചലനം, കോക്ലിയക്കകത്തെ ദ്രവത്തിൻ്റെ ചലനം, ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങളുടെ ഉത്തേജന ഫലമായി ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറീബ്രത്തിലെത്തുന്നതിൻ്റെ ഫലമായി കേൾവി സാധ്യമാക്കുന്നു. ഇനി 21ാമത്തേൽ എൻ്റെ ആൻസർ വരുന്നത് ഡിഫ്തീരിയ, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയേ. ഡിഫ്തീരിയ, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഇനി ബീൻ്റെ ആൻസർ വരുന്നത് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇവ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. The toxins produced by bacteria destroy the cells of the mucous membrane and forms ash-colored thick coating in the throat. സീൻ്റെ ആൻസർ വരുന്നത് ആൻറ്റി ടോക്സിനുകൾ ഉപയോഗിച്ച്, ബൈ ദ യൂസ് ഓഫ് ആൻറ്റി ടോക്സിൻസ്. ഡീൻ്റെ ആൻസർ വരുന്നത് പ്രതിരോധ വാക്സിൻ എടുക്കുക, വാക്സിനേഷൻ. ഇനി 22ാമത്തേൽ എൻ്റെ ആൻസർ വരുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. സോറി, ഡിയിൽ 2 മെത്തേഡ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈകൾ കഴുകുക, മാസ്ക് ധരിക്കുക, അത് ഏത് എഴുതാം. വാഷിംഗ് ഹാൻഡ്സ് റെഗുലർലി, വിയർ മാസ്ക്. ഇനി 22ാമത്തേൽ എ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീങ്ങൽ പ്രതികരണം. ബി വരുന്നത് ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ്, മോർ ബ്ലഡ് പ്ലാസ്മ ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ സൈറ്റ്. രക്തപ്രവാഹം കൂട്ടുന്നു, രക്തക്കുഴലിൽ നിന്നും കൂടുതൽ പ്ലാസ്മയും ശ്വേതരക്താണുക്കളും മുറിവേറ്റിയെടുത്ത് എത്തുന്നു. സീൻ്റെ ആൻസർ വരുന്നത് മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും, മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ്. ഇനി 23ാമത്തേൽ എൻ്റെ ആൻസർ വരുന്നത് ഹൈപ്പോതലാമസ്. എയിൽ എ ഹൈപ്പോതലാമസ്, സി വരുന്നത് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. എ ഹൈപ്പോതലാമസ്, സി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം. ഇനി ബീൻ്റെ ആൻസർ വരുന്നത് വാസോപ്രസിൻ, ADH എന്ന് എഴുതിയാലും മതി. ഇനി സീൻ്റെ ആൻസർ വരുന്നത് ഓക്സിറ്റോസിൻ. സോറി, സിയിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഹൗ ഡസ് ഇറ്റ്സ് ഡെഫിഷ്യൻസി അഡ്വേഴ്സ്ലി അഫക്റ്റ് അവർ ബോഡി. സോറി, ബിയിലാണ് അത് വരുന്നത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് റെഡ്യൂസ് ദ റേറ്റ് ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി ആൻഡ് ഇൻക്രീസസ് യൂറിൻ ഔട്ട്പുട്ട് കോസിങ് എക്സസീവ് തേഴ്സ്റ്റ്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിൻ്റെ തോത് കുറയ്ക്കുകയും തന്മൂലം മൂത്രം കൂടിയ അളവിൽ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. ഇനി സീൻ്റെ ആൻസർ വരുന്നത് ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുക വഴി പ്രസവം സുഗമമാക്കുന്നു. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ്സ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്രൈൻ വാൾ. ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.